ആണ് നമ്മോദിയത്. ആയത്തുകൾ ഒന്നുകൂടി ശ്രവിക്കുക. أعوذ بالله من الشيطان الرجيم. ومن يرغب عن ملة إبراهيم إلا من سفه نفسه ولقد اصطفيناه في الدنيا وإنه في الآخرة لمن الصالحين. إذ قال له ربه أسلم قال أسلمت لرب العالمين. ووصى بها إبراهيم بنيه ويعقوب يا بني إن الله اصطفى لكم الدين فلا تموتن إلا وأنتم مسلمون. ومن يرغب عن ملة إبراهيم إلا من سفه نفسه ولقد اصطفيناه في الدنيا وإنه في الآخرة لمن الصالحين. إذ قال له ربه أسلم قال أسلمت لرب العالمين. ووصى بها إبراهيم بنيه ويعقوب يا بني إن الله اصطفى لكم الدين فلا تموتن إلا وأنتم مسلمون. ഇന്നലെ 130 ആയത്തിലെ വ്യാകരണ നിയമങ്ങളാണ് നാം മനസ്സിലാക്കിയത്. ഇന്ന് നമുക്ക് 131 വചനം, അതാണ് നമുക്ക് പഠിക്കാനുള്ളത്. ومن يرغب عن ملة إبراهيم إلا من سفه نفسه ولقد اصطفيناه في الدنيا وإنه في الآخرة لمن الصالحين. ഈ ആയത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മാർഗത്തോട് ആരാണ് അതൃപ്തി കാണിക്കുക? തന്നെ വിഡ്ഢിയാക്കിയവനല്ലാതെ. വലഖദ് ഇസ്തഫൈനാഹു ഫിദ്ദുനിയ, അദ്ദേഹത്തെ നാം ഇഹലോകത്തിൽ പരിശുദ്ധനായി തെരഞ്ഞെടുത്തിട്ടുണ്ട്. വഇന്നഹു ഫിൽ ആഖിറതി ലമിന സ്വാലിഹീൻ, പരലോകത്തിൽ അദ്ദേഹമാവട്ടെ നിശ്ചയമായും സജ്ജനങ്ങളിൽപ്പെട്ടവനുമാകുന്നു.
അതിനെ തുടർന്നുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ് ഇത് ഖാല ലഹു റബ്ബുഹു അസ്ലിം. അദ്ദേഹത്തോട് അദ്ദേഹത്തിന്റെ റബ്ബ് രക്ഷിതാവ് പറയുകയുണ്ടായി, പറഞ്ഞു, അസ്ലിം, നീ കീഴൊതുങ്ങുക. ഈ സന്ദർഭത്തിൽ അദ്ദേഹം പറഞ്ഞു, അസ്ലംതു, ഞാൻ കീഴൊതുങ്ങിയിരിക്കുന്നു, ലി റബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവിന് ഞാൻ കീഴൊതുങ്ങിയിരിക്കുന്നു. إذ قال له ربه, ഇത് നമ്മൾ മുമ്പൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്. ഇത് ഖാല ലഹു റബ്ബുഹു അസ്ലിം. ഇവിടെ ഇത് ഖാല ലഹു റബ്ബുഹു, സാധാരണ നമ്മൾ ഇത് എന്നതിനെ സംബന്ധിച്ചുള്ള വിശദീകരണങ്ങളിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്, ഇത് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, എപ്രകാരമാണ് ഇത് എന്നതിനെക്കുറിച്ച് മുമ്പ് പല സന്ദർഭങ്ങളിലായി وَإِذْ جَعَلْنَا الْبَيْتَ مَثَابَةً, ഇതിനു മുമ്പ് وَإِذْ قَالَ إِبْرَاهِيمُ رَبِّ اجْعَلْ, അതുപോലെ അത്തരം സന്ദർഭങ്ങളിലൊക്കെ ഇത് എന്ന പ്രയോഗം നമ്മൾ മുമ്പ് പലതവണ ഈ സൂറത്തുൽ ബഖറയിൽ തന്നെ വ്യത്യസ്ത സന്ദർഭങ്ങളിലായി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ ഇത് എന്നത് ഈ സന്ദർഭങ്ങളിലൊക്കെ നമ്മൾ ഒരു ഫിഅല് അത് മഹ്ദൂഫായിട്ടുണ്ട്, അവിടെ നീ ഓർക്കുക എന്നതാകുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ നാം പറയുണ്ടായി. പക്ഷെ ഇവിടെ അതിന്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത് ഖാല ലഹു റബ്ബുഹു, അദ്ദേഹത്തോട് തന്റെ രക്ഷിതാവ് നീ കീഴൊതുങ്ങുക എന്ന് പറഞ്ഞപ്പോൾ എന്നാണ്. ഇതിനു മുമ്പുള്ള ആയത്തുകളിൽ, ഇതിന് തൊട്ട് മുമ്പ് വഇദ് യർഫഉ ഇബ്രാഹീമുൽ ഖവാഇദ എന്ന് പറഞ്ഞ ആയത്തിൽ ആ വീട്ടിൽ നിന്നും അതിന്റെ അടിത്തറ ഇബ്രാഹിമും ഇസ്മായിലും കെട്ടി ഉയർത്തിയിരുന്ന സന്ദർഭം ഓർക്കുക എന്നാണ്. അപ്പൊ ഇവിടെ ആ സന്ദർഭത്തെ ഓർക്കുക എന്ന അർത്ഥത്തിലല്ല വന്നിട്ടുള്ളത്. എന്നാൽ അതേസമയം ഇത് എന്ന് പറയുന്നത് ബർഫു സമാനാണ്,
സർഫ് സമാൻ മാദിയാണ്, സുക്കൂനിൽ മബ്നിയാണ്, അത് നസ്ബിന്റെ സ്ഥാനത്ത് വരുന്നു എന്ന് മാത്രം പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാൻ സാധിക്കും. അപ്പൊ അതിലൂടെ ഒരു ഫിഅലിൻ മഫ്ഊൽ ബിഹി ആയതുകൊണ്ടാണ് എന്ന പ്രത്യേക പരാമർശം ഇവിടെ കാണുന്നില്ല. അപ്പോൾ അതിന്റെ വ്യത്യാസം എന്താകുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അമാനി മൗലവി ഇതിന് അർത്ഥം എഴുതിയപ്പോൾ അദ്ദേഹത്തോട് തന്റെ രക്ഷിതാവ് നീ കീഴൊതുങ്ങുക എന്ന് പറഞ്ഞപ്പോൾ എന്ന് മാത്രമാണ് അർത്ഥം നൽകിയിട്ടുള്ളതും. ഇവിടെ ഇതിനു മുമ്പ് ഇത് എന്ന് പറയുന്നിടത്ത് കഴിഞ്ഞുപോയ ഒരു പ്രവൃത്തി, കഴിഞ്ഞുപോയ ഒരു പ്രവൃത്തി ഇത് കാല, സാധാരണ ഇതാ കാല എന്ന് പറഞ്ഞാൽ വരാനിരിക്കുന്ന കാര്യത്തെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഇതാ കാല പറഞ്ഞാൽ, ഇതാ ജാ വന്നാൽ. എന്നാൽ ഇവിടെ ഇത് കാല എന്നതിന് പറഞ്ഞപ്പോൾ എന്നാണ് അർത്ഥം നൽകപ്പെട്ടിട്ടുള്ളത്. അപ്പൊ അതിന്റെ വ്യത്യാസം ആ രൂപത്തിൽ നമ്മൾ മനസ്സിലാക്കുക. ഇൻഷാ അല്ലാഹ് അതിന്റെ കൂടുതൽ വിശദമായ കാര്യങ്ങൾ മറ്റൊരു സന്ദർഭത്തിൽ നമുക്ക് പഠിക്കാം. തൽക്കാലം ളർഫു സമാൻ മാദി മബ്നി അല സുക്കൂൻ ഫി മഹൽ നസ്ബ് എന്ന് മാത്രം, അത് ളർഫു സമാനുമായി ബന്ധപ്പെട്ട ഇൻഷാ അല്ലാഹ് മറ്റൊരു സന്ദർഭത്തിൽ അത് വിശദമായിട്ട് സംസാരിക്കാം. അപ്പോ ഇത് കാല എന്നത് ഫിഅൽ മാദിയാണ്. മബ്നിയൻ അലൽ ഫത്ഹ് അല്ലേ? കാല ലഹു അദ്ദേഹത്തോട്, ലി ലാമ് ഹർഫ് ജറാണ്, അൽ ഹാഉ ളമീർ മബ്നിയൻ അല ദ്ദമ്മി ഫി മഹല്ല് ജർ, അതും ഇസ്മ മജ്റൂർ ആകുന്നതുകൊണ്ട്. ഇത് ഖാല ലഹു റബ്ബുഹു, ഖാല എന്ന പ്രവൃത്തി ചെയ്യുന്നതാരാണ്? അദ്ദേഹത്തിന്റെ രക്ഷിതാവ്. അപ്പോ ഖാല പറഞ്ഞു, ആരാ പറഞ്ഞത്? ഇത് ഖാല റബ്ബുഹു, അദ്ദേഹത്തിന്റെ രക്ഷിതാവ്. റബ്ബുൻ എന്നത് റബ്ബുൻ, റബ്ബു അത് ഫാഇല് മർഫൂആണ്, ഫാഇല് മർഫൂആണ്. ഹു റബ്ബുഹു ളമീർ ളമ്മില് മബ്നിയാണ്, ഈ മഹല്ല് ജർ, മുളാഫ് ഇലൈഹി അദ്ദേഹത്തിന്റെ രക്ഷിതാവ്. ഇത് ഖാല ലഹു റബ്ബുഹു അസ്ലിം, റബ്ബുഹു അദ്ദേഹത്തിന്റെ രക്ഷിതാവ് അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ അസ്ലിം, നീ കീഴൊതുങ്ങുക. അസ്ലിം, അസ്ലമ
യുസ്ലിമു, അതിൽ നിന്നുണ്ടാകുന്ന ഫിഅൽ അംറാണ് അസ്ലിം. അഫ്അല യുഫ്ഇലു അഫ്ഇൽ, അഫ്അല വസ്നിൽ വരുന്നത് ഫിഅൽ അംർ അസ്ലിം. സുക്കൂനിൽ അത് മബ്നിയാണ്. അസ്ലിം ഫിഅൽ അംർ മബ്നിയൻ അല സുക്കൂൻ. അതിലടങ്ങിയ ളമീർ എന്താണ്? അതിന്റെ തഖ്ദീർ അൻത, അൻതയാണ്. അപ്പോ അസ്ലിം ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ. ഖാല നമ്മൾ നേരത്തെ പറഞ്ഞു ഫിഅൽ മാദി മബ്നിയുൻ അലൽ ഫത്ഹ്. ഖാല അതിലിറങ്ങിയ ളമീർ ആരാണ്? അവൻ പറഞ്ഞു, അദ്ദേഹം പറഞ്ഞു. ആരാണ്? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഖാല അസ്ലംതു, വഅലൈക്കും അസ്സലാം, അസ്ലംതു, ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ, ഞാൻ കീഴൊതുങ്ങി. അസ്ലമ അസ്ലമാ അസ്ലമു, അസ്ലമത് അസ്ലമത അസ്ലംന, അസ്ലംത അസ്ലംതുമ അസ്ലംതും അസ്ലംതി അസ്ലംതുമ അസ്ലംതുന്ന അസ്ലംതു അസ്ലംന. അസ്ലംതു ഞാൻ കീഴൊതുങ്ങി. അത് എന്താണ്? ഫിഅൽ മാദി സുക്കൂനിൽ മബ്നി. ഫിഅൽ മാദി പിന്നെ താഉ അസ്ലംതു എന്ന് പറയുന്ന താ എന്താണ്? ضمير مبني على الضم في محل رفع فاعل. അസ്ലംതു തു എന്ന് പറയുന്നത് ഞാൻ എന്ന അർത്ഥത്തിൽ, അന എന്ന അർത്ഥത്തിലാണ്. ആ വമീർ വമ്പര് മബ്നിയാണ്. എന്നാൽ അതേസമയം ഫായിലാണ്. ഞാൻ കീഴൊതുങ്ങി, ഞാൻ കീഴൊതുങ്ങി. കീഴൊതുങ്ങി എന്ന ഫിഅൽ ചെയ്യുന്നത് ഞാനാണ്. അതുകൊണ്ട് തന്നെ ആ തു എന്താണ്? ഫായിലിന്റെ സ്ഥാനത്താണ്. ഫായിൽ എപ്പോഴും മർഫൂ ആണ്. അതുകൊണ്ടത് റഫ്ഇന്റെ സ്ഥാനത്താണ്. ലി റബ്ബിൽ ആലമീൻ, ലി ഹർഫ് ജറാണ്. ലി റബ്ബി റബ്ബി ഇസ്മ മജ്റൂറാണ്. റബ്ബി ലി റബ്ബി, റബ്ബുൽ ആലമീൻ എന്നാണ് ശരിയായ രൂപം. റബ്ബുൽ ആലമീൻ. അത് റബ്ബി ആവാനുള്ള കാരണം അതിനു മുമ്പിൽ ലാമ് വന്നുകൊണ്ട് ലി റബ്ബി. അപ്പൊ റബ്ബുൽ ആലമീൻ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? ലോകങ്ങളുടെ രക്ഷിതാവ്. അപ്പൊ ലോകങ്ങൾ അൽ ആലമീൻ, ആലമുൻ അതിന്റെ ബഹുവചനാണ് ആലമൂന. ആലമുൻ ലോകം, അതിന്റെ ബഹുവചനമാണ് ആലമൂൻ, ലോകരുടെ, ലോകർ. ആലമുൻ അപ്പോ ആലമൂന, ആലിമല്ല, ആലിം എന്ന് പറഞ്ഞാൽ പണ്ഡിതൻ. ആലമു ലോകം. അപ്പൊ ആലമൂന. അപ്പോ ആലമൂന എന്നത് അൽ ആലമൂന. ആ അൽ ആലമൂനയെ റബ്ബിലേക്ക് ചേർത്തപ്പോ, ഇളാഫത്ത് ചെയ്തപ്പോ എന്തായി മാറി? അൽ ആലമീന എന്നായി മാറി. അപ്പോ അങ്ങനെ അത് മുളാഫ് ഇലൈഹി ആയതുകൊണ്ട് അൽ ആലമീന
എന്ന് പറയുന്നത് മുദാഫ് ഇലൈഹി മജ്റൂർ. അൽ ആലമീന മുദാഫ് ഇലൈഹി മജ്റൂർ. فإذ قال له ربه أسلم قال أسلمت لرب العالمين. അദ്ദേഹത്തോട് തന്റെ രക്ഷിതാവ് നീ കീഴൊതുങ്ങുക എന്ന് പറഞ്ഞപ്പോൾ, അല്ലെങ്കിൽ മുസ്ലിം ആവുക എന്ന് പറഞ്ഞപ്പോൾ, ഖാല അദ്ദേഹം പറഞ്ഞു, അസ്ലംതു ലിറബ്ബിൽ ആലമീൻ, ഞാൻ ലോകരക്ഷിതാവിന് കീഴൊതുങ്ങിയിരിക്കുന്നു. അസ്ലമ യുസ്ലിമു. നേരത്തെ ശ്രദ്ധിക്കുക. ووصى بها إبراهيم بنيه ويعقوب. ووصى بها ഇതിനെപ്പറ്റി വസിയത്തും ചെയ്തു. വസ്വാബിഹ ഇതിനെപ്പറ്റി വസിയത്തും ചെയ്തു. അതായത് വസ യസി, വസ വസ യസി, വസിയൻ, വസായസി വസിയൻ. അതിന്റെ ഫഅല വസ്നാണ് വസ്വ. വസ്സ യുവസ്സി. യുവസ്സി. ഇതിന്റെ അർത്ഥം വസ്വാ ബി എന്ന് പറഞ്ഞാൽ അതിന്റെ കൂടെ ബാബ് വന്നാൽ കൽപ്പിച്ചു, നിർബന്ധമാക്കി പറഞ്ഞു, നിർബന്ധമായി ഉപദേശിച്ചു എന്നതാണ്. അപ്പോ അതാണ് ഇവിടെ വസ്വ നിർബന്ധമായി. വസ്വ എന്നത് ഫിഅൽ മാദിയാണ്. വാവ് അത്ഫിന്റെ വാവാണ്. അതിന് തൊട്ട് മുമ്പ് ഇത് ഖാല ലഹു റബ്ബുഹു അസ്ലിം ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ വവസ്സാ ബിഹാ. അർത്ഥം വരുന്നത് എങ്ങനെയാണ്? അദ്ദേഹം ഇതിനെപ്പറ്റി വസിയ്യത്തും ചെയ്തു എന്നതാണ്. ഇതിനെപ്പറ്റി വസിയ്യത്തും ചെയ്തു, വസിയ്യത്ത് ചെയ്യുകയും ചെയ്തു. വസിയ്യത്ത് വസ്സാ ബിഹാ. ബിഹ വസ്സ എന്നത് ഫിഅൽ മാദി. مبني على الفتح المقدر له. ബിഹ എന്ന് പറയുമ്പോൾ ബി ഹർഫ് ജറാണ്. ഹ എന്നത് സുക്കൂനുൽ മബ്നിയാണ്. ഈ മഹല്ല് വസ്ഫ ഉപദേശിച്ചു, വസിയ്യത്ത് ചെയ്തു. ആ പ്രവൃത്തി ചെയ്തതാരാണ്? ഇബ്രാഹിം. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. അദ്ദേഹം ആണ് വസ്ഫ എന്ന പ്രവൃത്തി ചെയ്തത്.
അതുകൊണ്ട് തന്നെ ഇബ്രാഹിം എന്നത് ഫാഇല് മർഫൂ ആണ്. ബനീഹി അദ്ദേഹത്തിന്റെ മക്കളോട്, അദ്ദേഹത്തിന്റെ മക്കളോട് ബനീഹി. എന്താണ് ബനി എന്ന് പറഞ്ഞാല്? ഇബ്ന്, അതിന്റെ ജമ്മാണ് ബനൂൻ അല്ലെ? പക്ഷെ അത് ഹ ഇലേക്ക്, ഇപ്പൊ ബനു ഇസ്രായേൽ എന്ന് പറയാം. ബനൂന ഇസ്രായേൽ പറയണ്ട. ബനൂന് അതിലേക്ക് ഇസ്രായേൽ ചേർന്ന് വരുമ്പോ മുദാഫ് ആയി വരുന്ന പദത്തിലെ നൂന് നഷ്ടപ്പെടുന്നു. അത് ബനു ഇസ്രായേലാകുന്നു എന്ന് പറഞ്ഞതുപോലെ ഇവിടെ ബനീഹി, ഇവിടെ ബനി എന്ന് വരാനുള്ള കാരണം അത് യാ ബനി അല്ല, യാ ബനു എന്നതെന്തായി? ബനി എന്നായി. യാ ബനി, അത് നസ്ബ് ചെയ്യപ്പെടും. ഇവിടെ മഫ്ഊല് ബിഹിയാണ്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം മക്കളെ ഉപദേശിക്കുന്നത്. മക്കളെ ഉപദേശിക്കുന്നത് എന്താകുന്നു? മഫ്ഊല് ബിഹിയാണ്. അതുകൊണ്ട് ബനി ഹി എന്ന് പറയുമ്പോൾ അതെന്താണ്? മഫ്ഊല് ബിഹി മൻസൂബാണ്. ഹി എന്ന് പറയുന്ന ളമീർ എന്താണ്? ബനീഹി എന്നുള്ളതിലെ ളമീർ ജറിന്റെ മഹലിലാണ്, മുദാഫ് ഇലൈഹി ആയതുകൊണ്ട് ബനീഹി. ബനൂഹു അദ്ദേഹത്തിന്റെ ബനീഹി, അത് മഫ്ഊല് ബിഹി ആയതുകൊണ്ട്. അപ്പോ ഓസാ ബിഹ ഇബ്രാഹിമു ബനീഹി വയഅഖൂബ്, വാവ് ഹർഫാത്ത് ഫ. യാഖൂബും മക്കളെ ഉപദേശിച്ചിട്ടുണ്ട്. സാബിഹ ഇബ്രാഹിമു ബനീഹി വയാഖൂബ്, ഇതിനെപ്പറ്റി ഇബ്രാഹിം തന്റെ മക്കളോട് വസിയത്തും ചെയ്തിരിക്കുന്നു. യാഖൂബും തന്റെ മക്കളോട്. യാഖൂബ് വയാഖൂബ് അതെന്താണ്? മഅ്തൂഫ് മർഫൂആണ്. ഇബ്രാഹിമു വയാഖൂബ്, സാബിഹ ഇബ്രാഹിമു വയാഖൂബ്, ഇബ്രാഹിമിലേക്കാണ്. സാബിഹ ഇബ്രാഹിമു വയാഖൂബ്, വസാബിഹ ഇബ്രാഹിമു ബനീഹി വയാഖൂബ്. യാ ബനിയ, യാ ബനിയ എന്റെ മക്കളെ എന്ന. യാ ബനിയ, യാ എന്ന് പറഞ്ഞാല് ഹർഫ് നിദാ, ഹർഫ് നിദാ. ബനിയ എന്താണ്? ബനിയ എന്ന ഈ പ്രയോഗം
എങ്ങനെ നമ്മളിതിനെ കൃത്യമായി മനസ്സിലാക്കേണ്ടത്? യഥാർത്ഥത്തിൽ ഇബ്ന് മുനാദ മൻസൂബാണ്. പക്ഷേ ഇബ്ന് എന്നതിന്റെ ജം ആണല്ലോ യഥാർത്ഥത്തിൽ ബനൂന. നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. യഥാർത്ഥത്തിൽ ഇബ്ന് എന്നതിന്റെ അസ്ലിയായ പദം ബനവുൻ എന്നാണ്. അതില് ബനവുൻ എന്നതിലെ വാവ് ഇതിനെ ഹദഫ് ചെയ്തിട്ട് അതിന് പകരം ഇബ്നുൻ എന്നതിലട്ടോ ഇബ്നുൻ എന്ന പദമുണ്ടാകുന്ന രൂപമാണ് ഞാൻ പറയുന്നത്. ബനവുൻ എന്നതിലെ അവസാനത്തെ വാവിനെ ഹദഫ് ചെയ്തിട്ട് അതിന്റെ തുടക്കത്തിൽ ഒരു ഹംസത്തുൽ വസ്ൽ നൽകുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് അത് ഇബ്നുൻ എന്നാകുന്നത്. മനസ്സിലായത്? അപ്പൊ അതുകൊണ്ടാണ് അതിന്റെ ജംഅ് വരുന്നത്. അതിന്റെ അടിസ്ഥാനപരമായ ബനവുൻ എന്നതിൽ നിന്ന് ബനൂന ഉണ്ടായിത്തീരാനുള്ളൊരു കാരണം അതാണ്. ബനൂൻ അതുകൊണ്ടാണ് പിന്നെ പെൺകുട്ടി എന്ന് പറയുമ്പോൾ എന്താവുന്നത് ബിൻതുൻ എന്നാകുന്നത്. അതിന്റെ അടിസ്ഥാന പദം ഇങ്ങനെ തന്നെയാണ്, ബനവുൻ. അതിന്റെ അത് ബനവുൻ ബിൻതുൻ, ഇങ്ങനെ ഈ രൂപത്തിലാണ് വരുന്നത്. അപ്പോ പിന്നെ ബിൻത്തിന്റെ ജംഅ് ബനാത്തുൻ എന്നാണ്. അല്ലെ, ബിൻത്തിന്റെ ജംഅ് ബനാത്തുനാണ്. ഇബ്നുൻ എന്നതിൻ്റെത് ബനൂൻ. അപ്പൊ അത് ഒന്ന് അലിഫത്ത, മറ്റത് വാവുനൂന്. അങ്ങനെയാണ് അത് വരുന്നത്. ശരി, അടിസ്ഥാനപരമായ ശരിക്കും പറഞ്ഞാൽ അത് ചർച്ചകളില് ജമ്മു സാധാരണ ഇപ്പൊ ബിൻത്ത് ബനാത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ജമ്മു തക്സീറായിട്ട് പറയാറുണ്ടെങ്കിലും അടിസ്ഥാനപരമായി അത് ജമ്മു മുഅന്നസ് സാലിമായിട്ടും സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. അതിന്റെ കാരണം ഇതാ, അടിസ്ഥാന പദം ബനവുൻ എന്നതിൽ നിന്ന് ആണ് ബനാത്തും ബനൂനയും ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. അപ്പോ ബനൂന എന്ന് പറയുന്നത് റഫ്ആയി പറയുമ്പോഴാണ്, ബനീന എന്ന് പറയുന്നത് നിസ്ബാവുമ്പോഴും ജറാവുമ്പോഴും ബനീന എന്നായി മാറും. ബനൂന അത് മർഫൂ ആണ്. ബനീന എന്ന് പറയുന്നത് മൻസൂബ് അല്ലെങ്കിൽ മജ്റൂർ, ഈ രണ്ട് രൂപത്തിലും ബനീന എന്നാണ്. അവിടെ യാ എന്ന നിദാ, ഹർഫ് നിദാ മുമ്പിൽ വന്നാൽ അത് നസ്ബ് ചെയ്യപ്പെടും. ബനൂന എന്നത് ബനീന എന്നായി മാറും. അല്ലെ, പക്ഷേ ഇവിടെ എന്താണ് പറയുന്നത്? എന്റെ മക്കളെ എന്നാണ്. അപ്പൊ ബനീന അതിലേക്ക് എന്റെ, അന, എന്റെ മക്കൾ, ഞാൻ, എന്റെ എന്ന് വരുമ്പോ എന്റെ മക്കൾ, അപ്പൊ എന്തായിരിക്കണം? അത് മുലാഫ് മുലാഫിലേക്ക് ആവണം.
മുദാഫ് ഇലൈഹി ആവുമ്പോൾ മുദാഫിലെ നൂന് എന്താവണം? ഹദഫ് ചെയ്യപ്പെട്ടു പോകണം. അപ്പോൾ ബനീന എന്ന സ്ഥാനത്ത് ബനി എന്നും നമ്മൾ എന്റെ എന്ന് സാധാരണ ചൂണ്ടിക്കാണിക്കാനുള്ള യാവും ഉണ്ടാകുന്നു. മനസ്സിലായല്ലോ? ആ യാവും ഉണ്ടാകും. അപ്പൊ അതിലെ നൂനുൽ ജംഅ്, ബനീന എന്നതിലെ നൂനുൽ ജംഅ് ഇളാഫത്തിന് വേണ്ടിയിട്ട് അതെന്താവും? ഹദ്ഫ് ചെയ്യപ്പെടും. യാ ബനി ഇസ്രാഈൽ അങ്ങനെയാണ് അപ്പൊ വരുന്നത്. യാ ബനി ഇസ്രാഈൽ അങ്ങനെയാണ് നൂന് ഹദ്ഫ് ചെയ്യപ്പെട്ടു പോകുന്നത്. പക്ഷെ അത് യാ ഉൽ മുത്തക്കല്ലിം അതിലേക്ക് ഇളാഫത്ത് ചെയ്യപ്പെടുമ്പോൾ യാ ബനി, അതിനുശേഷം ബനി എന്ന് പറയുമ്പോൾ യാ ബനി, യാ ബനി, അതിലേക്ക് യാവുൽ മുത്തക്കല്ലിമ് ചേരുകയാണ്. അപ്പൊ രണ്ട് സ്ഥലത്ത് രണ്ട് സുക്കൂന വരുന്നത് അവസാനത്തില്. അപ്പൊ അതുകൊണ്ട് ഒന്നാമത്തെ യാ രണ്ടാമത്തതിലേക്ക് ഇദ്ഗാം ചെയ്യും. എന്നിട്ട് രണ്ടാമത്തതിന് ഹർക്കത്ത്, ഫതഹിന്റെ ഹർക്കത്ത് നൽകും. എന്തിനു വേണ്ടിയിട്ട്? ഇൽത്തിഖാഉ സാക്കിനൈൻ, രണ്ട് സുക്കൂനുകൾ ഒരുമിച്ച് ചേരുന്നതിനെ തടയാൻ വേണ്ടിയിട്ട്. അപ്പൊ യാ ബനി, ബനിയ എന്നത് ബനിയ എന്നായി മാറുന്നു എന്നാണ്. ഇതാണ് ബനിയ എന്ന പദത്തിനെ നമ്മൾ ശരിക്കും ഒന്ന് നിർദ്ധാരണം ചെയ്ത് പഠിക്കുമ്പോൾ, ഒന്ന് അപഗ്രഥിച്ച് പഠിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന രൂപം ഈ ബനിയ എന്ന് പറഞ്ഞ എന്റെ മക്കളെ. യാ എന്നോട് വരുന്നുണ്ട്. യാ ബനിയ, വെറുതെ ബനിയ എന്ന് പറയുക. ബനിയ എന്നത് യാ അതിന് മുമ്പിൽ വരുന്നു എന്നതുകൊണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് മുനാദ മൻസൂബാണ് എന്ന് നമ്മൾ ഒറ്റവാക്കിൽ പറഞ്ഞത് കൊണ്ട് മാത്രം ക്ലിയർ ആവില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇത്രയും വിശദമായിട്ട് പറഞ്ഞത്. അപ്പോ മുനാദ മൻസൂബാണ്. പിന്നെ അവിടെ അവസാനം വരുന്ന യാ എന്താണ്? യാ മുത്തക്കല്ലിമിന്റെ യാ അല്ലെ? അപ്പൊ അത് ളമീർ എന്താണ്? മബ്നിൻ അൽ ഫത്ഹി ഫി മഹല്ല് ജർ മുളാഫ് ഇലൈഹി എന്ന് പറയും. അവസാനത്തെ യാ എന്നത് ളമീർ യാ ബനിയ. മനസ്സിലായിട്ടുണ്ടല്ലോ പറഞ്ഞല്ലേ? സത്യാണല്ലോ. വസാ ബിഹാ ഇബ്രാഹീമു ബനീഹി വയാഖൂബു യാ ബനിയ ഇന്നല്ലാഹ اصطفى لكم الدين. إن حرف توكيد ونصب. لا إن الله اسم الجلالة منصوب. الجلالة اسم إن منصوب. إن الله اصطفى എന്നതിനെ കുറിച്ച് ഇന്നലെ നമ്മൾ വിശദമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. കൂടുതൽ വിശദീകരിക്കേണ്ട കാര്യമില്ല. ഇസ്തഫാ ലക്കുമുദ്ദീൻ. ഇസ്തഫ എന്ന് പറഞ്ഞാല് ഫിഅല് മാദി ലക്കുമുദ്ദീൻ
ലക്കുമുദ്ദീൻ. ലക്കും ലക്കും എന്ന് പറയുമ്പോൾ ലാമ് ഹർഫ് ജറാണ്. കും എന്നത് വമീർ. ചെറിന്റെ സ്ഥാനത്ത് വരുന്ന സുക്കൂനിൽ മബ്നിയാകുന്ന വമീറാണ് കും എന്നത്. ലക്കും നിങ്ങൾക്ക്. അല്ലാഹു ഇസ്തഫ, അല്ലാഹു തീർച്ചയായും അല്ലാഹു ഇസ്തഫ തെരഞ്ഞെടുത്തിരിക്കുന്നു. ലക്കും നിങ്ങൾക്ക് അദ്ദീന മതത്തെ, ദീനിനെ. مفعول به منصوبا لكم الدين. فلا എന്നത് ഇങ്ങനെയാണ് അർത്ഥം പറയാം. ഫല തമൂത്തുന്ന, അതിനാൽ എന്നാണ്. ബറഫ അത് തഅലീലിയാണ് അല്ലെങ്കിൽ ഫസീഹ. ലാ ഫലാ എന്ന് പറയുമ്പോൾ ലാ നഹിയാണ്. നഹിന്റെ ജസ്ം അല്ലേ? നഹി നിരോധിക്കാൻ വേണ്ടിയിട്ട്. ലാ തമൂത്തുന്ന, നിങ്ങൾ മരണപ്പെടരുത്. ലാ തമൂതു ലാ തമൂതു എന്നാണ്. ലാ തമൂതു, നിങ്ങൾ മരിക്കരുത്. മാത യമൂതു അതിന്റെ നഹിയാണ്. ലാ തമൂതു, നിങ്ങൾ മരിക്കരുത്. തമൂതു തമൂതാനി തമൂതൂന, തമൂതൂന നിങ്ങൾ മരിക്കുന്നു എന്നാണ്. തമൂതൂന നിങ്ങൾ മരിക്കുന്നു. അതിലെ നൂന് നഷ്ടപ്പെടും. ലാ അന്നഹി നാഹിയ, ലാ അന്നാഹിയ മുമ്പിൽ വന്നാൽ ലാ തമൂതു എന്നാണ്. ലാ തമൂതു. പിന്നെ അതിന് ശേഷം വരുന്ന ന മുഷദ്ദദ, നൂൻ അൻ മുഷദ്ദദ, അത് തൗക്കീദിന് വേണ്ടിയിട്ടാണ്. അതുകൂടി ഉറപ്പിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് അന്നൂൻ മുഷദ്ദദ ലി തൗക്കീദ. പക്ഷെ നൂൻ മുഷദ്ദദ പറയുമ്പോൾ എങ്ങനെയാണ്? ന എന്ന നൂൻ മുഷദ്ദദ സുക്കൂനായ നൂനും അതിലേക്ക് ഇങ്ങനെയാണ് വരുന്നത് അല്ലെ? അതുകൊണ്ട് ലാ തമൂതു ലാ തമൂതൂൻ. രണ്ട് സുക്കൂനുകൾ, വാവിന്റെ സുക്കൂനും നൂനിന്റെ സുക്കൂനും ഒരുമിച്ച് വരുന്നത് കൊണ്ട് ആ വാവ് ഹദ്ഫ് ചെയ്യപ്പെട്ടു പോകുന്നു. അങ്ങനെ ലാ തമൂതു നൂനിന് ഷദ്ദ് വരികയും ചെയ്യും. ലാ തമൂത്തുന്ന, അങ്ങനെയാണത് വരുന്നത്. അപ്പോ ഫലാ തമൂത്തുന്ന, നിങ്ങൾ മരണപ്പെടരുത്. ഇല്ലാ വ അൻതും മുസ്ലിമൂൻ. ഇല്ല ആയിക്കൊണ്ടല്ലാതെ, നിങ്ങൾ ആയിക്കൊണ്ടല്ലാതെ. അത് ഹസ്റാണ്, ഹർഫ് ഹസ്റാണ്. ഹസ്റിന്റെ ഇല്ലയാണ്. ഇല്ല എന്ന് പറയുന്നത് ഇവിടെ ഇസ്തിസ്നാ അല്ല, ഹസ്റാണ്. ഇല്ല വ അൻതും,
നിങ്ങൾ ആയിക്കൊണ്ടല്ലാതെ. അപ്പൊ വാവ് ഹാലിയ. ഇല്ലാ വ അൻതും, അൻതും നിങ്ങൾ, ഇല്ലാ വ അൻതും ضمير സുക്കൂനിൽ മബ്നിയായിട്ടുള്ള ضميറാണ്, റഫ്ഇന്റെ സ്ഥാനത്താണ് വരുന്നത്, മുബ്തദാണ്. വഅൻതും മുസ്ലിമൂൻ, മുസ്ലിമൂൻ മുസ്ലിമീങ്ങൾ. മുസ്ലിമുൻ ജമ്മ് മുസ്ലിമൂൻ. അസ്ലമ യുസ്ലിമു അതിന്റെ മസ്ദറാണ് ഇസ്ലാം, അതിന്റെ ഫായിലാണ് മുസ്ലിമുൻ, അതിന്റെ ബഹുവചനമാണ് മുസ്ലിമൂന. അപ്പൊ നിങ്ങൾ മുസ്ലിങ്ങളായിക്കൊണ്ടല്ലാതെ മരണപ്പെട്ടു പോകരുത് എന്ന് പറയുമ്പോൾ ഇല്ലാ വ അൻതും മുസ്ലിമൂൻ, നിങ്ങൾ അൻതും മുസ്ലിമൂന, നിങ്ങൾ മുസ്ലിങ്ങളാകുന്നു എന്നാണ് അവിടെ വരിക. അപ്പോ മുസ്ലിമൂന എന്നത് ഖബർ മർഫൂആണ്. അപ്പോ ഇത് വസാ ബിഹാ ഇബ്രാഹിമു ബനീഹി വ യഅഖൂബ്, ഇതിനെപ്പറ്റി ഇബ്രാഹിം തന്റെ മക്കളോട് വസിയത്തും ചെയ്തിരിക്കുന്നു. യഅഖൂബും യാ ബനിയ, എന്റെ മക്കളെ, ഇന്നല്ലാഹ അസ്തഫാ ലക്കുമുദ്ദീന, നിശ്ചയമായും അല്ലാഹു നിങ്ങൾക്ക് മതത്തെ തിരഞ്ഞെടുത്ത് തന്നിരിക്കുന്നു. ഫലാ തമൂതുന്ന, അതിനാൽ നിങ്ങൾ മരണപ്പെട്ടു പോകരുത്. ഇല്ലാ വ അൻതും മുസ്ലിമൂൻ, നിങ്ങൾ മുസ്ലിങ്ങളായിക്കൊണ്ടല്ലാതെ, കീഴൊതുങ്ങിയവരായിക്കൊണ്ടല്ലാതെ നിങ്ങൾ മരണപ്പെട്ടു പോകരുത് എന്ന്. കൂടെ ഈ ആയത്തിന്റെ വിശദീകരണം ഒന്ന് വായിച്ചു കേൾക്കാം. യർഗബു എന്ന ക്രിയാരൂപത്തിന്റെ തൊട്ടു നിൽക്കുന്ന അവ്യയം ഫി ആകുമ്പോൾ അതിന് ആഗ്രഹിക്കുക, തൃപ്തി കാണിക്കുക എന്നും അൻ ആകുമ്പോൾ വെറുക്കുക, അതൃപ്തി കാണിക്കുക എന്നും അർത്ഥമായിരിക്കും. രണ്ടാമത്തെ രൂപത്തിലാണ് ഇവിടെയുള്ളത്. അത് നമ്മൾ ഇന്നലെ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദമായിട്ട് വിശദീകരിച്ചിട്ടുണ്ട്. റഹിബ യർഗബു, അത് റഹിബ ഫി എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന മാറ്റവും റഹിബ അൻ എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന മാറ്റവും ഇന്നലെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹം തുടർന്ന് പറയാണ്, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം സ്വീകരിച്ചു വന്ന വിശ്വാസാദർശങ്ങളും നടപടിക്രമങ്ങളും മുകളിൽ പ്രസ്താവിച്ച പ്രകാരമായിരുന്നു. അതെ, ഇസ്ലാമിന്റെ മാർഗമായിരുന്നു അദ്ദേഹത്തിന്റെ മാർഗം. അപ്പോൾ അദ്ദേഹത്തിന്റെ ആ മാർഗം വിട്ടേച്ച് മറ്റൊരു മാർഗം സ്വീകരിക്കുന്നവർ തങ്ങളെ തന്നെ സ്വയം വിഡ്ഢികളാക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇബ്രാഹിം നബിയുടെ മാർഗം എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ മാർഗമായിരുന്നു. എന്തുകൊണ്ടാണ് ഇസ്ലാമിന്റെ മാർഗം എന്ന് പറഞ്ഞത് ഉദ്ദേശിക്കുന്നത്? എന്താണ്? കേവലം ഒരു സ്ഥാപിത മതം എന്നുള്ള നിലക്കല്ല. ഇസ്ലാം എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ നിലപാടിനെയാണ് സൂചിപ്പിക്കുന്നത്. അള്ളാഹുവിന് പൂർണ്ണമായും കീഴൊതുങ്ങുക, ദൈവത്തിന് പൂർണ്ണമായും കീഴൊതുങ്ങിയവൻ, ദൈവികമായ നിർദ്ദേശങ്ങൾക്ക് പൂർണ്ണമായും വിധേയനാവാൻ സ്വയം തീരുമാനിച്ച് അതിനുവേണ്ടി പ്രയാസപ്പെടുന്ന ആൾക്കാണ് മുസ്ലിം എന്നതിന്റെ ശരിയായ അർത്ഥം അതാണ്. അപ്പോ അതാണ് യഥാർത്ഥത്തിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മാർഗം. കാരണം അദ്ദേഹത്തോട് ഇത് ഖാല ലഹു റബ്ബുഹു അസ്ലിം ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ, അദ്ദേഹത്തോട് നീ കീഴൊതുങ്ങ് എന്ന് പറഞ്ഞപ്പോൾ ആ സന്ദർഭങ്ങളിലൊക്കെയും അദ്ദേഹം ലോകരക്ഷിതാവിന് ഞാൻ കീഴൊതുങ്ങിയിരിക്കുന്നു എന്ന് പറയുകയാണ് ഉണ്ടായത്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയാണെങ്കിൽ ജനങ്ങൾക്ക് നേർമാർഗവും തൗഹീദും വിവരിച്ചു കൊടുക്കുവാൻ വേണ്ടി ഈ ലോകത്ത് അള്ളാഹു തെരഞ്ഞെടുത്ത് അയച്ച ഒരു നേതാവാണ്. പരലോകത്തിലോ അള്ളാഹുവിന്റെ നല്ലവരായ അടിയാന്മാരിൽ ഒരാളുമാകുന്നു. ചുരുക്കത്തിൽ അള്ളാഹു സർവ്വലോക രക്ഷിതാവാകൊണ്ട് അവന്റെ കൽപ്പനകൾക്ക് കീഴൊതുങ്ങി ജീവിക്കൽ മനുഷ്യന്റെ കടമയാണെന്നുള്ള ബോധത്തോടെ അവന്റെ കൽപ്പനകൾക്കെല്ലാം പരിപൂർണമായി കീഴൊതുങ്ങിയ ഒരു മുസ്ലിമായിരുന്നു അദ്ദേഹം. അതാണ് ഇതിന് കാരണം. മാത്രമല്ല തന്റെ മക്കളോടും സന്തതികളോടും അതേ നിലയിൽ ജീവിക്കുവാൻ അദ്ദേഹം വസിയത്ത് ചെയ്യുക കൂടി ചെയ്തിരിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ സന്താന പരമ്പരകളായ ഇസ്രായേലിലും അറബികളുമെല്ലാം അദ്ദേഹത്തിന്റെ ആ മാർഗം പിന്തുടരുവാൻ ബാധ്യസ്ഥരാണ്. അദ്ദേഹത്തിന്റെ പൗത്രനായ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സന്തതികളാണല്ലോ ഇസ്രായേലിയർ. യാക്കൂബും തന്നെ അപ്രകാരം അദ്ദേഹത്തിന്റെ മക്കളോടും വസിയത്ത് ചെയ്തിരിക്കുന്നു. അപ്പൊ ഇവിടെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സംബന്ധിച്ച് മാത്രമല്ല, യാക്കൂബ് നബിയെ സംബന്ധിച്ചും പ്രത്യേകമായി എടുത്തു പറയുകയാണ് ചെയ്യുന്നത്. എന്താ കാരണം? കാരണം ഒന്നാമത് ഇബ്രാഹിം നബിയുടെ സന്താന പരമ്പരയിൽപ്പെട്ട അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പൗത്രനാണ് യാക്കൂബ് നബി.
യാക്കൂബ് നബിയുടെ മറ്റൊരു പേരാണ് ഇസ്രായേൽ. ഇസ്രായേലിയർ എന്ന പേരിൽ അറിയപ്പെടുന്ന ജനവിഭാഗം യഥാർത്ഥത്തിൽ യാക്കൂബിലേക്കാണ് ചേർത്ത് പറയുന്നത് എങ്കിൽ യാക്കൂബും മക്കളോട് ഉപദേശം നൽകിയത് യാ ബനിയ ഇന്നല്ലാഹു അസ്തഫാ ലക്കുമുദ്ദീന ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ എന്നാണ്. നിങ്ങൾ മുസ്ലിങ്ങളായിട്ടെല്ലാം മരിച്ചു പോകരുതെന്നാണ് യാക്കൂബ് നബിയും പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് യാക്കൂബിന്റെ മാർഗം പിന്തുടരുന്ന അല്ലെങ്കിൽ യാക്കൂബിന്റെ ആളുകൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ഇസ്രായേലിയരും യഥാർത്ഥത്തിൽ ആ മാർഗം പിന്തുടരുവാൻ കൽപ്പിക്കപ്പെട്ടവരാകുന്നു എന്നർത്ഥം. നിങ്ങൾക്ക് അള്ളാഹു നിശ്ചയിച്ച് അനുഗ്രഹിച്ചു തന്നിട്ടുള്ള മതമാണ് ഇസ്ലാം. നിങ്ങളുടെ സർവ്വ നന്മകൾക്കുമുള്ള ഏകാവലംബം അതാണ്. ആകയാൽ മറ്റൊരു മാർഗത്തിലേക്കും വഴിപോകാതെ യഥാർത്ഥ മുസ്ലിങ്ങളായിക്കൊണ്ടേ നിങ്ങൾ മരിക്കാവൂ എന്നൊക്കെയായിരുന്നു രണ്ടുപേരുടെയും വസിയ്യത്ത്. ജീവിതവും മരണവും അള്ളാഹുവിന്റെ കയ്യിലാണ്. മനുഷ്യന് അതിലൊന്നും സ്വാതന്ത്ര്യമില്ല. എന്നിരിക്കെ ഇന്ന സ്ഥിതിയിലെ മരിക്കാവൂ എന്ന് മനുഷ്യരോട് കൽപ്പിക്കുന്നതിന്റെ ഉദ്ദേശം എന്താണ് എന്ന് ചോദിക്കപ്പെടാം. ഇബ്നു ജരീർ റഹിമഹുള്ള ചൂണ്ടിക്കാട്ടിയതുപോലെ അതിനുള്ള മറുപടി ഇതാണ്: നിങ്ങളുടെ ജീവിതകാലത്തിൽ ഒരിക്കലും നിങ്ങൾ ഇസ്ലാമിനെ കൈവിടരുത്. എപ്പോഴാണ് മരണം വന്നെത്തുകയെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടല്ലോ. അതുകൊണ്ട് മരണം എപ്പോൾ വന്നാലും അപ്പോഴൊക്കെ നിങ്ങൾ മുസ്ലിങ്ങളല്ലാതിരിക്കുവാൻ ഇടവരരുത്. ഇടവരുത്തിയാൽ നിങ്ങൾ അള്ളാഹുവിന്റെ ശിക്ഷക്കും കോപത്തിനും പാത്രമായി തീരും എന്നാണ്. അതായത് ലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ഒരിക്കലും ജീവിതത്തിൽ ഇസ്ലാമിനെ കൈവിടാതെ ജീവിക്കുക. മരണം എപ്പോഴാണ് വന്നെത്തുന്നത് നമുക്കറിഞ്ഞുകൂടാ. അതുകൊണ്ട് മരിച്ചു പോകുന്ന സന്ദർഭത്തിൽ ഇസ്ലാമിനെ കൈവിട്ട അവസ്ഥയിലാവരുത്. ഇസ്ലാമിനെ പൂർണ്ണമായും ഉൾക്കൊണ്ട് അല്ലെങ്കിൽ ഇസ്ലാം എന്ന ആ പദത്തെ ശരിക്കും മനസ്സിലാക്കിക്കൊണ്ട് അള്ളാഹുവിനെ പൂർണ്ണമായും കീഴ്പ്പെട്ടുകൊണ്ട് മരണപ്പെട്ടു പോകുവാനുള്ള സൗഭാഗ്യം ഉണ്ടായിത്തീരണം. അതാണ് ഇവിടെ നൽകിയ ഉപദേശത്തിന്റെ അർത്ഥം എന്നുള്ളതാണ്. ഇൻഷാ അല്ലാഹ് തുടർന്നുകൊണ്ട് യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ വസിയ്യത്തിനെ കുറിച്ചാണ് വിശദീകരിക്കുന്നത്. അടുത്ത ക്ലാസ് നമുക്കത് വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല മരണപ്പെട്ടു പോകുന്ന സന്ദർഭത്തിൽ മുസ്ലിങ്ങളായിക്കൊണ്ട് മാത്രം മരണപ്പെട്ടു പോകുന്ന അവസ്ഥ നമുക്കെല്ലാവർക്കും അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ പാപങ്ങൾ നമുക്ക് പുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ സംഭവിച്ചു പോയ അബദ്ധങ്ങളും പോരായ്മകളും ഒക്കെ മാപ്പാക്കിക്കൊണ്ട് ജീവിതത്തിൽ അവന് പൂർണ്ണമായും കീഴ്പ്പെടുന്ന അവസ്ഥയിലേക്ക്, അത്തരത്തിലുള്ള പ്രവാചകന്മാരുടെ മാർഗത്തിലേക്ക്, മഹാഭാഗ്യശാലികളുടെ അവസ്ഥകളിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഉയർത്തിക്കൊണ്ട് പെരുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ അറിവും അതുപോലെ തന്നെ വിജ്ഞാനവും നമുക്ക് വർദ്ധിപ്പിച്ചു നൽകുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ജീവിതം കെട്ടിപ്പടുക്കുകയും അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യുന്ന ഭാഗ്യവാന്മാരിൽ അള്ളാഹു അന്ന് ഉൾപ്പെടുത്തി പെരുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ ഈ പ്രവർത്തനം സാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. آمين برحمتك يا أرحم الراحمين. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.